മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞൻ കൂടാരം. ജെറി അമൽദേവ് എന്ന് പറഞ്ഞ ആള് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയിരുന്നതിൽ നല്ലത് ആശാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങി. അങ്ങനെ വന്ന ഒരു സാധനമാണ്. ഇറ്റ് ഈസ് ദെയർ ബേബി, നോട്ട് മൈ. പൂക്കളും പുടവയും പൂത്താലിമാലയുമാ. ഇതാണ് ആദ്യം യേശുദാസ് എനിക്ക് വേണ്ടി പാടിയ പാട്ട്. ഗിരിധര നന്ദകുമാര മുരളീധര ഗോപാൽ. മുഹമ്മദ് റഫിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അതെ. അത് ഏതൊക്കെ പാട്ടുകളാ? കൽ രാത് ജിന്ദഗി സെ മുലാകാത് ഹോ ഗയി, लब थर थरा रहे थे मगर बात हो गई. रफी पाടിയത് ഇങ്ങനെയാണ്. वफा के राह में आज इम्तिहा तुम्हारा है, उठो के फर्ज वतन ने तुम्हें पुकारा है. എന്ത് ടൈപ്പ് പാട്ട് ചെയ്യാനാ ഇഷ്ടം? എനിക്ക് സാഡ് സോങ്സിനോടാണ് കൂടുതൽ ചായ്വ്. ഓ, അതെന്താ? ഏതോ വസന്തവനി കിനാവായി വിരിഞ്ഞു നീ, പനിനീരിലെന്റെ ഹൃദയം. Don't get the wrong impression that our producers and directors are all trying to improve our culture and our arts. അങ്ങനെയൊന്നുമില്ല. They are all 5 രൂപ ചിലവാക്കി 10 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് സിനിമയിലുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടി ചില സമയത്ത് നല്ല പാട്ടുകൾ ഉണ്ടാവുന്നു, ചില നല്ല സിനിമകൾ ഉണ്ടാവുന്നു, അത്രേ ഉള്ളൂ. അന്ന് സന്ധ്യയ്ക്കു നമ്മൾ ഒന്നായി മഞ്ഞണിഞ്ഞില്ലേ. ഒരു പാട്ട് എഴുതിയേക്കുന്നത് സെബാസ്റ്റ്യൻ പോൾ എന്നുള്ള പേര്. അത് ഏത് സെബാസ്റ്റ്യൻ പോളാ? എന്റെ കസിൻ സെബാസ്റ്റ്യൻ പോൾ, മെമ്പർ ഓഫ് പാർലമെന്റ്. ആണോ? അതെ. തള്ളം തള്ളം പാടിടാം, ഉല്ലാസം പൂ ചൂടിടാം, പോയി പോയി പോയിടാം പം പം പമ്പയിൽ പുലരിക്കാറ്റിന്നൂഞ്ഞാലിൽ. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ബിച്ചു തിരുമലയായിട്ടാ. പക്ഷെ ഗംഭീര പാട്ടുകളും കൈതപ്രത്തിന്റെ കൂടെയും ചെയ്തിട്ടുണ്ട് അല്ലേ? അവരായിട്ടുള്ള ബന്ധം എങ്ങനെയാ? എന്ത് ബന്ധം? ഞങ്ങൾ വരുന്നു, പാട്ടുണ്ടാക്കുന്നു, പറയുന്നു, പോകുന്നു. അല്ലാത്ത പേഴ്സണൽ റിലേഷൻഷിപ്പ്. We have a respect for each other. We value each other. അല്ലാതെ അങ്ങനെ ചായ കുടിക്കാനും മസാല ദോശയൊക്കെ തിന്നിരുന്ന് ആ പഴയ കഥകളും പറയാനൊന്നുമില്ല. അതേപോലെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ് മുല്ലനേഴി മാഷ്. മുല്ലനേഴി മാഷ് ഉണ്ടാക്കിയ പാട്ടിനെ കുറിച്ചിട്ടും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളീനെ കണ്ട കഥയൊക്കെ ഒന്ന് പറയാം. അതായത് നമ്മുടെ സത്യനന്ദിക്കാടിന്റെ പടത്തിന് വേണ്ടി, സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിന് വേണ്ടി, സത്യനന്ദിക്കാട് ഹിംസെൽഫ് ഈസ് എ ഗുഡ് ലിറിസിസ്റ്റ്. പക്ഷെ അദ്ദേഹം മുല്ലനേഴിയെ കൊണ്ട് എഴുതിക്കണമെന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം. അങ്ങനെ ഞങ്ങളിവിടെ പത്മ തിയേറ്ററിൻ്റെ പുറകിൽ ഒരു ചെറിയ ചായപ്പീടിയിൽ ഞാനും സത്യനും കൂടി കാത്തിരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ടാണ് പോയത്. എന്നോട് സത്യം പറഞ്ഞിരുന്നത് ഐ വാണ്ട് ഒരു ഹാപ്പി ലവ് സോങ് വേണമെന്ന് പറഞ്ഞു. ഞാനൊരു ഇങ്ങനൊരു മലയാളം പാട്ടില്ല. അത് മലയാളം ട്യൂൺ അല്ല, ഇതെന്തോ ഒരു ട്യൂൺ. റോക്ക് ആൻഡ് റോളിന്റെ ഒരു ചെറിയ അംശമുണ്ട്. ഈ ട്യൂൺ ഉണ്ടാക്കി തന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോഴുണ്ടടാ ലിറിസിസ്റ്റ് വരും, നോക്കിയപ്പോഴുണ്ട് നല്ല കഷണ്ടി, മുഷിഞ്ഞ ഉടുപ്പ്, തോളത്തൊരു സഞ്ചി കയറി വരുന്നു. ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ വിചാരിച്ചു ഈ ട്യൂണും ഇദ്ദേഹം കൂടി എങ്ങനെ ബന്ധം സംഭവിക്കുമോ എന്നൊരു വലിയ സംശയം. ഇനി എങ്ങനെ ഇരുന്നു കഥയൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ട്യൂണൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിതിങ്ങനെ പാടി. ഒന്നും കൂടി പാടാമോ?
ഒന്നുകൂടി അന്ന് എഴുതിക്കോളൂ. ഒറ്റ അടിക്കേ തരുവ. നോ നോ കറക്ഷൻ, നോ നത്തിങ്. പവിഴമല്ലി. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലമാണ്. പോയറ്റിക്കലി ബ്യൂട്ടിഫുൾ, സന്ദർഭവശാൽ പെർഫെക്റ്റ്, ആപ്റ്റ് ഫോർ ദി വാട്ട് യു കോൾ സീക്വൻസ് ഇൻ ദ മൂവി. ആൻഡ് എല്ലാം കൊണ്ടും പരിപൂർണമായ ഒരു പാട്ടാണ്. പക്ഷെ അത് ഈ പാട്ടില മറ്റേത് കണ്ണിന് പെൺകണിയാണോ, എൻ്റെ അത് കോമിക്കായിട്ട് വരുന്നത് കാക്കി കുപ്പായത്തിന്റെ. അത് പവിഴമല്ലിയില്ല, ഈ കാക്കി പവിഴമല്ലിയിലാണ്. പക്ഷെ അത് ഞങ്ങളോട് പറഞ്ഞില്ല. ആര് സത്യം പറഞ്ഞില്ല, ഇത് കോമഡി ആയിരിക്കും പറഞ്ഞില്ല. ഒരു ജെനുവിൻ ലവ് സോങ്. അപ്പൊ ഞങ്ങളൊരു ജെനുവിൻ ലവ് സോങ് കൊടുത്തു. പക്ഷെ അവരതിൻ്റെ അകത്ത് ട്വിസ്റ്റ്. അത് സിനിമ കണ്ടോ? കണ്ടു. അതിന്റെ പിക്ചറൈസേഷൻ ഇങ്ങനെയായിരിക്കുന്നു ഒന്നും പറഞ്ഞില്ല. അല്ല, എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നു ഈ ടൈപ്പിലായിരിക്കുന്നു, ഈ പാട്ടിന് ഇങ്ങനെ ഒരു പിക്ചറൈസേഷൻ? ഇല്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങള് അവര് kept us in the dark. ഈ സിനിമ എന്നുള്ള മീഡിയത്തിനെ പാട്ടിനപ്പുറത്തേക്ക് എങ്ങനെയാ കാണുന്നത്? It's a wonderful combination of art, combination of mechanical things. It's a man's എന്താ പറയുക, മനുഷ്യന്റെ സർവ്വകലകളുടെയും കഴിവുകളുടെയും ഒരു സമാഹാരമാണ് ഫിലിം എന്ന് പറയുന്നത്. നമ്മള് മൂവി എന്ന് പറയുന്നത് വണ്ടർഫുൾ തിങ് ഇൻ ഇറ്റ്സെൽഫ്. അതിൻ്റെ അകത്ത് ഒരു ഭാഗം എടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എന്ത് ടൈപ്പ് ഓഫ് സിനിമകളാ ഇഷ്ടം? ഞാൻ മലയാളം മാത്രമൊന്നല്ല ഉദ്ദേശിക്കുന്നത്. എങ്ങനെ, എന്തായിരിക്കണം? ഐ ആം എ ഹാർഡ് കോർ ആക്ഷൻ ഫെലോ. ലൈക്ക് നമ്മുടെ ജെയ്സൺ സ്റ്റാത്തം ടൈപ്പ് മൂവീസ്. അല്ല, അതിനു മുമ്പും വേറെ വലിയ ഷോൺ കോണറി, നല്ല what do you call James Bond ones? Jackie Chan, yes, good ones. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയട്ടെ, രാവിന്റെ തോളിൽ രാപ്പാടി പാടി. അത് ഗംഭീര പാട്ടാ. അതിന്റെ കഥയുണ്ടോ? അതിന്റെ കഥ പ്രത്യേകിച്ച് ഏത് സിനിമയും അത് അടുക്കാനെന്തെളുപ്പം ബിച്ചു തിരുമല. അതെ, അതിൽ വേറൊരു പാട്ടുണ്ട്, 1 1 2 എന്നുള്ള. രാവിന്റെ തോളിൽ ആ കഥ എഴുതിയത് ഒരു സർട്ടൻ മിസ്റ്റർ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹവും JC കുറ്റിക്കാട്ടും വലിയ കൂട്ടുകാരായിരുന്നു. അവരുടെ സിനിമയാണത്. രാവിന്റെ തോളിൽ നിന്നുള്ളൊരു നല്ല പാട്ടായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ. അത് ചിത്ര മനോഹരമായിട്ട് പാടിയിട്ട് അതിന് സെക്കൻഡ് ഹാഫിൽ യേശുദാസ് വന്ന് പാടുന്നു. അങ്ങനെ രാവിന്റെ തോളിൽ രാപ്പാടി താരാട്ടും യാമം ഓരോന്ന് വേണുറങ്ങി. ഇങ്ങനെയൊന്നും സംഭവിച്ചെന്ന്. പിന്നെ ഒരു ആൽബത്തിലെ പാട്ട് ആർദ്രഗീതങ്ങൾ എന്ന് പറയുന്ന, അതിനകത്ത് കൊറേ നല്ല പാട്ടുകളുണ്ട് ജയകുമാറിന്റെ, അല്ലേ? ചില്ലിട്ട വാതിലിൽ വന്നത് അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു സിനിമയ്ക്ക് അപ്പുറത്ത്. ജീവൻ ലിറിക്സ് ആണ്. ഇപ്പൊ ചില്ലിട്ട വാതിൽ എന്നുള്ള പാട്ട് അത് എനിക്ക് എഴുതി തന്നിട്ട് ഞാൻ ട്യൂൺ ചെയ്താണ്. അതുപോലെ ഇനി നീലവിശാലതയിൽ ഓൾസോ അദ്ദേഹം ട്യൂൺ ചെയ്തിട്ട് ഞാൻ ഇട്ടാണ്. ചില്ലിട്ടവാതിലൊക്കെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. വണ്ടർഫുൾ റൊമാൻറ്റിക് സോങ്സ്. അന്ന് സന്ധ്യക്ക് നമ്മൾ ഒന്നായി മഞ്ഞണിഞ്ഞില്ലേ, അതും നമ്മുടെ അന്ന് സന്ധ്യയ്ക്കു നമ്മൾ ഒന്നായി മഞ്ഞണിഞ്ഞില്ലേ മഞ്ഞു പെയ്യുന്ന. I think this I tuned and Mr. Jayakumar wrote the lyrics. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാലേ, Mr. Jayakumar was both the mayor and the collector of Kozhikode at one particular time in his career. At that time, he decided to have a stadium built and inaugurated. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് he thought there should be a small musical presentation. അപ്പോൾ എന്നെ അദ്ദേഹം മദ്രാസിൽ നിന്ന് വിളിച്ച് അവിടെ കൊണ്ടുവന്നു. ONV സാറിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു പാട്ടുണ്ടാക്കി. അത് അവിടെയുള്ള ലോക്കൽ പാട്ടുകാരെ കൊണ്ട് ഞാൻ പാടിച്ച്
അവിടെ പ്രസന്റ് ചെയ്തു. ആ ദിവസങ്ങളിൽ ഞാൻ താമസിച്ചിരുന്ന മിസ്റ്റർ ജയകുമാറിന്റെ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് മീരയാണ് തോന്നുന്നു. ഷീ ടു കെയർ ഓഫ് മീ. ആൻഡ് ആ സന്ദർഭങ്ങളിലൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ലിറിക്സ് എഴുതി തരുമായിരുന്നു. അല്ലെങ്കിൽ എന്നോട് പറയുന്നു നമുക്കൊരു പാട്ടുണ്ടാക്കിയാൽ ഈ സമയം വെറുതെ കളയണ്ടായിരുന്നു. ഈവൻ ദോ ഹി വാസ് വർക്കിംഗ് ഫ്രം മോർണിംഗ് 8 till midnight, സൈനിങ് ഫയൽ ആഫ്റ്റർ ഫയൽ. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇത്രയും പൊക്കത്തിലാണ് ഫയൽ ഇരിക്കുന്നത്. എല്ലാം നോക്കിയിട്ടൊക്കെ ഒപ്പിടണം. അത്രയും ബിസി ആയിട്ടുള്ള സമയത്തുകൂടി ഹി ഫൗണ്ട് ടൈം ഫോർ ദിസ്. വണ്ടർഫുൾ. ഈച്ച് വൺ ഓഫ് ദം ഇസ് എ മാസ്റ്റർ പീസ്. അന്ന് സന്ധ്യയ്ക്ക് ഇനി നീലവിശാലതയിൽ പിന്നെ ഗിരിധര നന്ദകുമാർ. ഗിരിധര നന്ദകുമാര മുരളീധര ഗോപാല. ഗ്രേറ്റ്. ആപ്തണ്ട് ലിറിക്സ് കിട്ടിയപ്പോ തന്നെ അതിന്റെ വഴി അങ്ങ് മാറിപ്പോയില്ലേ. നെൻകരലാളന സുഖമറിയാ കാത്തിരിപ്പൂമീര, നിൻകരലാളന സുഖമറിയാ കാത്തിരിപ്പൂമീര, നിന്നെ ഓർത്തിരിപ്പൂമീര. ഗിരിധര നന്ദകുമാര. ഗ്രേറ്റ് സോങ്. അതിന് കിട്ടിയ റെസ്പോൺസ് ഉണ്ടല്ലോ. സിനിമ കണ്ടിട്ട് ആളുകൾ സിനിമന്റെ കാസറ്റിലും സിനിമ കാണുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഈ ആൽബം എന്ന് പറയുന്നത്. അതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എങ്ങനെയാ നമ്മൾ അറിയാ കാലത്തൊക്കെ? ഐ ഡിഡ് നോട്ട് നോ. എനിക്ക് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു വലിയ റിസപ്ഷൻ ആയിരുന്നു. ഈ പാട്ടുകളൊക്കെ ഭയങ്കര ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഗിരിധര നന്ദകുമാരൊക്കെ വെച്ചിട്ട്. ഏത് കൊല്ലമായിരുന്നു? ഡു യു റിമെമ്പർ? ഇത് വന്നിട്ടുള്ളത് 88-ലാ. 88-ലാണ് ഈ ആൽബം വന്നിട്ടുള്ളത് 88-ലാ. പിന്നീടാണ് ഓരോ വർഷവും കുറെ സിനിമകളൊക്കെ ചെയ്തു വന്നതിന് ശേഷം നമ്പർ 1 സ്നേഹതീരമാണ് പിന്നീട് വന്നിട്ടുള്ള ഒരു ഹിറ്റ് എന്ന് പറയുന്നത് അല്ലേ? നമ്പർ 1 സ്നേഹതീരം. That is Bangalore North. അല്ലേ? ബാംഗ്ലൂർ നോർത്ത്. മമ്മൂട്ടിയും പ്രിയരാമനും. അതിലുള്ള ഒരു 3 പാട്ട്, അതിലേറ്റവും രസമുള്ള പാട്ട് മേലെ മേലെ മാനം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. അത് മിസ്റ്റർ പുത്തഞ്ചേരിയോ? അതെ, അദ്ദേഹത്തിന്റെ ലിറിക്സ് നന്നായിട്ടുണ്ട്. എന്ത് ടൈപ്പ് പാട്ട് ചെയ്യാനാ ഇഷ്ടം? എനിക്ക് സാഡ് സോങ്സിനോടാണ് കൂടുതൽ ചായ്വ്. ഓ, അതെന്താ അങ്ങനെ ആയിപ്പോയി. എൻ്റെ ഉള്ളില് എനിക്ക് അങ്ങനെ എന്തോ സാഡ് സോങ്സ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ആൻഡ് ഐ ആം നാച്ചുറലി ഇൻക്ലൈൻഡ് ടു ഡു ദാറ്റ്, ടു മേക്ക് എ ഹാപ്പി സോങ്. ലൈക്ക് കൊത്തിക്കൊത്താനവരമ്പത്ത് ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ഫോർ മീ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ സങ്കടം തോന്നിയിട്ട് ചെയ്തിട്ടുള്ള പാട്ട് ഏതാ? അയ്യോ, ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. ഇവൻ മിഴിയോരം തന്നെ, യേശുദാസിന്റെ മിഴിയോരം. മിഴിയോ നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂ. ഏത് സെക്ഷൻ എടുത്താലും ഏതോ വസന്തവനി കിനാവായി വിരിഞ്ഞു നീ പനിനീരിലെന്റെ ഹൃദയം നിലാവായലിഞ്ഞു പോ. അതുപോലും ഇനി നിന്നിൽ വിഷാദം പകർന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂ. ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കലുണ്ടോ? ഇടയ്ക്കും പഠിക്കും. എന്ത് പാട്ട് കേൾക്കാൻ ഇഷ്ടം? കേൾക്കാൻ ഇഷ്ടമുള്ളത് ഇതുപോലത്തെ സീരിയസ് സോങ്സ്.
ഇപ്പം ജെറി അമൽദേവ് ഫൗണ്ടേഷനും ഒക്കെ ആയിട്ടുള്ള കുറെ വേറെ പരിപാടി. അപ്പൊ ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളെ വെച്ചിട്ട് കോറൽ സിംഗിങ്. പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും കോകിലാവിൽ ലഹരിയും ഭൂമി സുന്ദരം. ഒരാള് പാടുന്നതും ഈ കോറൽ സിംഗിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആനയും ആടുമായിട്ടുള്ള ഡിഫറൻസ് ഏതൊന്നും എങ്ങനെ? രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും പ്രോബ്ലംസും ഉണ്ട്. ഒറ്റക്കൊരാളെ പാടിക്കാൻ ഈസിയാണല്ലോ. യേശുദാസിനോട് പറയുന്നത് ഇത് ഇന്ന രാഗത്തിലെ പാട്ടാണ്. അപ്പോൾ യേശുദാസ് പെട്ടെന്ന് പിടിച്ചെടുക്കും. നമ്മൾ പറയുന്ന പോലെ വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തി ആശങ്ക ശരിയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് ഒന്ന് കൈ കൊട്ടാമോ? റെഡി 3 4 വേണ്ടോ? നമുക്ക് ഒപ്പം കൊട്ടാൻ പറ്റിയോ? ഇല്ല. അപ്പോൾ പാട്ട് പാടിപ്പിക്കണമെന്ന് എല്ലാം ഒപ്പം തുടങ്ങുക. ഒപ്പം തുടങ്ങി പാട്ടിന്റെ എൻഡ് വരെ ഒപ്പം പോകണം. ഇൻ ബിറ്റ്വീൻ ഓരോ ഫ്രേസിന്റെ എൻഡിങ് ഒപ്പമായിരിക്കണം. ഭയങ്കര കോൺസെൻട്രേറ്റഡ് സിംഗിങ് വേണം. എല്ലാവരും ഒരുപോലെ മനസ്സിൽ കാണണം. ഉച്ചാരണം കുറച്ചും കൂടി വ്യക്തത കൂട്ടണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോറൽ സിംഗിങ് എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് പാടുന്നത്. അങ്ങനെ ക്വയർ സിംഗിങ് എന്ന് പറയുന്നത് അത് തെറ്റാണ്. ക്വയർ എന്ന് പറയുമ്പോൾ പള്ളിയിലെ പാട്ട് പാടുന്ന ഒരു ഗ്രൂപ്പിനാണ് ക്വയർ അല്ല ഇത്. കോറൽ എന്ന് വെച്ചാൽ കോറസ് ഗ്രൂപ്പായിട്ട്. അത് കണ്ടക്ട് ചെയ്യുന്ന മാഷിന്റെ വീഡിയോസേ ഭയങ്കര ഇൻവോൾവ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് അതിലെ ഓരോ ബിറ്റിനെയും ആസ്വദിക്കുന്ന ഒരാളായിട്ട് തോന്നാറുണ്ട്. കറക്റ്റ് ടൈം ടു സ്റ്റാർട്ട്, കറക്റ്റ് ടൈം ടു സ്റ്റോപ്പ് ആൻഡ് ദെൻ സ്റ്റാർട്ട് അഗെയിൻ. ദെൻ നേരത്തെ ഞങ്ങൾ പറയും ഇവിടെ ബ്രീത് ചെയ്യണം, അവിടെ ബ്രീത് ചെയ്യരുത്, ഇവിടെ വിട്ടുകളയരുത്, 2 ഫ്രേസ് ഒപ്പം പാടണം എന്നൊക്കെ പറയും. ഇതെല്ലാം വാച്ച് ഔട്ട് ചെയ്ത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കണമല്ലോ. അതിൻ്റെതായ ഒരു ഫോക്കസ് വേണ്ടതാണ്. ഈ ജെറി അമൽദേവ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് എന്താണ്? അത് എന്തിനു വേണ്ടിയുള്ള ഫൗണ്ടേഷനാ? ജെറി അമൽദേവ് ഫൗണ്ടേഷൻ ആക്ച്വലി ഞാൻ ചെയ്തതല്ല. ഫോർ എക്സാമ്പിൾ ജോ ആൻഡ് പപ്പി, അതായത് എലിസബത്ത് കുര്യൻ എന്ന് പറയുന്ന ലേഡി, ഇവരാണ് നേരത്തെ ഇപ്പൊ ജെറി അമൽദേവ് എന്ന് പറഞ്ഞ ആള് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയെന്നതിൽ നല്ലത് ആശാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങി. അങ്ങനെ വന്ന ഒരു സാധനമാണ്. ഇറ്റ് ഈസ് their baby, not mine. I am only going and teaching the songs. എന്തൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ്? Activities mostly we learn to അവരുടെ പാട്ടുകാർക്ക് അവരുടെ കഴിവിനെ കൂടുതൽ മനോഹരമാക്കാനായിട്ടുള്ളൊരു ഫോറമാണത്. അല്ലാതെ പാട്ട് പഠിച്ച് സ്റ്റേജിൽ പോയി ഞെളിഞ്ഞ് കയ്യടി വാങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല. അതൊന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഹെൽപ്പ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പാവപ്പെട്ട മ്യൂസീഷ്യനെ, സഫർ ചെയ്യുന്ന മ്യൂസീഷ്യനൊക്കെ സഹായിക്കുന്ന ഒരു ചാരിറ്റബിൾ ഫങ്ഷൻ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ദീസ് ആർ ദ two elements. എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ആണ് ഈ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് ഇത്രയും നാള് ഗ്യാപ്പ് വന്നതെന്നും പിന്നീട് വന്നതെന്നും ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ കൂടെ പൂക്കൾ പനിനീർ പൂക്കൾ ആയിട്ട് വന്നത് എനിക്ക് അറിഞ്ഞൂടാ. മോസ്റ്റ് ലൈക്ലി ഇതൊരു തിയറിയാണ്. പ്രൊഡ്യൂസേഴ്സും മസ്റ്റ് ഹാവ് തോട്ട് ഞാനും യേശുദാസ് തമ്മിൽ എന്തോ സൗന്ദര്യപ്പിണക്കം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഷുവർ ഫയർ ആയിട്ട് യേശുദാസിന് മാത്രം മതി, ജെറി വേണ്ട എന്നുള്ള ചില സാധ്യത അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ ദാറ്റ്സ് നോട്ട് റൈറ്റ്. ബിക്കോസ് ഞാനും യേശുദാസും കൂടി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് അപ്പം തന്നെ തീർന്നു. എൻ്റെ എല്ലാ പാട്ടും പാടിയിരിക്കുന്ന ആരാ? യേശുദാസ്. അപ്പൊ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സംതിങ് ആണ്. യേശുദാസിനെ ആദ്യം പരിചയപ്പെടുന്നത് എവിടെ വെച്ചിട്ടാ? ന്യൂയോർക്കിൽ വെച്ച് 1978 ഫ്രെഡി കൊച്ചിൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോ വെച്ചിരിക്കുകയാണ്. അയാളാണ് യേശുദാസിനെ അമേരിക്കയിലേക്ക് ഒരു ഗാനമേളയ്ക്ക് ക്ഷണിക്കുന്നത്. അപ്പം അവിടെ 1978 വന്നപ്പോൾ എൻ്റെ ഒരു വെൽവിഷറായിട്ടുള്ളൊരു മിസ്റ്റർ ഗോവാണി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, നമുക്ക് കുറച്ച് ഹിന്ദി പാട്ടുകൾ യേശുദാസിനെ കൊണ്ട് പാടിച്ച് നമുക്ക്
ഇങ്ങനെ അമേരിക്കയിൽ വിൽക്കാനായിട്ട് ഒരു റെക്കോർഡ് ഉണ്ടാക്കാം. അങ്ങനെ ആ കോണ്ടെക്സ്റ്റിൽ ഞാൻ യേശുദാസിനെ പോയി കാണുന്നു. ഞാൻ ഈ ഐഡിയ പറയും, ഇങ്ങനൊരു പ്ലാൻ ഉണ്ട്, വിൽ യു ബി ഏബിൾ ടു ഹെൽപ്പ് അസ്? ഈ സെറ്റ് കമലോ, എനിക്ക് എൻ്റെ നല്ല മെഷീൻ, ഒട്ടാരി മെഷീൻ, 8 ട്രാക്ക് മെഷീനൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാം. അങ്ങനെ യേശുദാസിനെ അവിടെ വെച്ച് ഇൻഫാക്ട് ന്യൂയോർക്ക് മുനിസിപ്പാലിറ്റി ഹാളിൽ വെച്ചാൽ പരിചയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ പാട്ടൊക്കെ ഉണ്ടാക്കുമ്പോ ആദ്യത്തെ പാട്ട് പാടുന്നതും യേശുദാസ് തന്നെയാണ്. അതെ അതെ. ആദ്യത്തെ ഫോർ എക്സാമ്പിൾ പൂക്കളും, ഇത് സിനിമയിൽ നിങ്ങൾ കേൾക്കാത്ത പാടാണ്. പൂക്കളും പുടവയും പൂത്താലിമാലയുമായി, പൂക്കളും പുടവയും പൂത്താലിമാലയുമായി, തേരിറങ്ങി വരും സ്വയംവര കാമുകനാരോ, തേരിറങ്ങി വരും സ്വയംവര കാമുകനാരോ, പൂക്കളും പുടവയും പൂത്താലിമാലയുമാ. ഇതാണ് ആദ്യം യേശുദാസ് എനിക്ക് വേണ്ടി പാടിയ പാട്ട്. ഇത് സിനിമയിലെ പാട്ടാ? ഒരു സിനിമ മമതയെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഉണ്ടാക്കാൻ പോയി, ഉണ്ടായിട്ട് അത് നടന്നില്ല. എന്റെ പാട്ടുകൾ വന്നില്ല, എനിക്ക് പകരം സലീൽ ചൗധരിയുടെ പാട്ടുകൾ വന്നു. ആ ഡയറക്ടർ മിസ്റ്റർ ശങ്കരൻ നായർ പ്രിഫേർഡ് അദ്ദേഹം സലീൽ ചൗധരിയോട് നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ ഈ പ്രൊഡ്യൂസർ അയാളെ അറിയാതെ എന്നെ കൊണ്ട് ഈ പാട്ടുകൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ പക്ഷെ ശങ്കരൻ നായർ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ജെറി എമൽദേന്റെ പാട്ടുകൾ വേണ്ട, മറ്റേ ആളുടെ വേണ്ട. അപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ 2 റെക്കോർഡുണ്ട്. ഒന്നിന്റെ പേര് മമത മ്യൂസിക് ബൈ സലീൽ ചൗധരി, മമത മ്യൂസിക് ബൈ ജെറി എമൽ. വരികളൊക്കെ സെയിം തന്നെയാ? അല്ല അല്ല, ഓൺലി ദിസ് മ്യൂസിക് ഡയറക്ഷൻ. യേശുദാസ് എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ കാരണം എന്താ? ഒരു ലെജൻഡ് ആയിട്ട് മാറാനുള്ള കാരണം എന്തൊക്കെയായിരിക്കും തോന്നുന്നത്? ഞാൻ പറയാം, ലെജൻഡായിട്ട് മാറാനുള്ള കാരണമല്ല, യേശുദാസിന്റെ വോയിസ് ഇസ് എ സ്പെഷ്യൽ വോയിസ്. അതായത് ഇപ്പൊ നമ്മൾ യേശുദാസിനോടുകൂടി നേരിട്ടിരുന്ന് വർത്താനം പറയുമ്പോൾ നോർമൽ ലൈക്ക് യുവർ വോയിസ് ആൻഡ് മൈ വോയിസ്. ബട്ട് യേശുദാസ് മൈക്രോഫോണിന്റെ മുമ്പിൽ പോയി നിന്ന് പാടുമ്പോൾ ആ മൈക്രോഫോണിൽ കൂടി സ്വരം ഇതിൽ വന്ന് ആംപ്ലിഫയറിൽ കൂടി സ്പീക്കറിൽ വരുമ്പോൾ അതൊരു അൺബിലീവബിളി ബ്യൂട്ടിഫുൾ വോയിസ് ആയിട്ട് മാറുന്നു. ഇത് യേശുദാസിന്റെ പ്രത്യേക കഴിവൊന്നുമല്ല, ഇറ്റ് ഇസ് എ നാച്ചുറൽ ഗിഫ്റ്റ്. എങ്ങനെയോ സംഭവിച്ചിരിക്കും. അവിടെയാണ് അതിന്റെ പ്രത്യേകത. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇറ്റ്സ് എ പ്രതിഭാസം എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. യേശുദാസിനെ കൊണ്ട് മാത്രമല്ല, പിന്നെയും കുറെ ആളുകളെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മാനന്ദനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ബ്രഹ്മാനന്ദനെ പറ്റി ആളുകൾ ഇങ്ങനെ പറയും, ഒരു ഡിഫറെന്റ് വോയിസും ആണ്, ഭയങ്കര റേഞ്ച് ഉള്ള മനുഷ്യനാണ്, അങ്ങനെയൊക്കെ പറയും. ബ്രഹ്മാനന്ദനെ ചൂസ് ചെയ്യാൻ കാരണം എന്താ? പ്രൊഡ്യൂസറിന്റെ അടുത്ത് കാശില്ല. അതേപ്പോ ബ്രഹ്മാനന്ദനെ കൊണ്ട് പാടിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ കാശുണ്ടായിരുന്നു യേശുദാസിനെ വിളിച്ച് പാടിച്ചാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യു ആർ തിങ്കിങ് ഇൻ വെരി ലിറ്റററി ആൻഡ് ഹൈ ഫാഷൻ ഒന്നുമില്ല. ആക്ച്വാലിറ്റി ഈസ് വെരി സിമ്പിൾ. കാശുണ്ടോ, ആൾക്ക് കൊടുക്കാൻ ഇല്ല, മറ്റേ ആൾ വിളിച്ച് പാടിക്കുക, വിടുക, പരിപാടി വിടുക, ഇത്രയേ ഉള്ളൂ. Don't get the wrong impression that our producers and directors are all trying to improve our culture and our arts. അങ്ങനെയൊന്നുമില്ല. They are all 5 രൂപ ചിലവാക്കി 10 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് സിനിമയിലുള്ളത്. സോ ഓൾ ദി അതർ തിങ്സ്, നിങ്ങൾ റാമിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ സ്വന്തം എന്താ പറയുക ഇമാജിനേഷൻ. അതിൻ്റെ ഇടയിൽ കൂടി ചില സമയത്ത് നല്ല പാട്ടുകൾ ഉണ്ടാവുന്നു, ചില നല്ല സിനിമകൾ ഉണ്ടാവുന്നു, അത്രേ. ജയചന്ദ്രനും ഈ പറഞ്ഞ പോലെ നല്ല വോയിസ് ആണ്, നല്ല പാട്ടുകളാണ്. ബട്ട് ജയചന്ദ്രൻ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഈസ് നോട്ട് എ സിംഗർ, ഈസ് എ മൃദംഗം പ്ലെയർ. യേശുദാസിനും യൂത്ത് ഫെസ്റ്റിവലിന് ഒരു കൊല്ലം യേശുദാസിന് ഫസ്റ്റ് പ്രൈസ് ഫോർ വോയിസ്, ജയചന്ദ്രന് ഫസ്റ്റ് പ്രൈസ് ഫോർ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അവർ തുടങ്ങുന്നത്. ബട്ട് ജയചന്ദ്രൻ ഓൾസോ സാങ് വെൽ, ഹി ഹാസ് എ ഗുഡ് വോയിസ്. ഐ ഹാവ് മെയ്ഡ് ഹിം സിംഗ് മെനി സോങ്സ്. ഫോർ എക്സാമ്പിൾ, എല്ലാം ഓർമ്മകൾ പാടിയിരിക്കുന്നത് ജയചന്ദ്രനാണ്. അതുപോലെ പ്രേമത്തിൻ മണി വീണയിൽ സുരരാഗ സുന്ദരികൾ നിരകമ, അങ്ങനത്തെ ഒരു പാട്ടും അദ്ദേഹം പാട്ടും ഒരുപാട് പാട്ടുകൾ എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്.
കണ്ടു നിന്നെ സുന്ദരി പെണ്ണെ ഏതോ കിനാവിൽ വന്നു നീയൻ പിമനിൽ പണ്ടും ഏതോ നിലാവിൽ എന്നു ഏതോ കിനാവിൽ ഏതോ നിലാവിൽ എന്നു ഏതോ കിനാവിൽ കണ്ടു നിന്നെ സുന്ദരി പെണ്ണെ ടിങ് 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 ടിങ്. അതുപോലെ ഫീമെയിൽ വോയിസുകളിലേക്ക് വരുമ്പോഴേ വാണി ജയറാമിനെ കൊണ്ട് ഗംഭീരമായിട്ട് പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്. Yes, yes. അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് അല്ലെ. നമ്മൾ ഈ പറയുന്ന കുയിൽനാദമല്ലാത്ത ഒരു ശബ്ദമാണ്. Yes, yes. ഈ ടെക്സ്ചർ വേറെയാണല്ലോ. അവരുടെ ഒരു പാട്ടിന്റെ രീതികൾ എങ്ങനെയായിരുന്നു? She was according to the most intelligent singer. Also അവർക്ക് പാട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. വിതിൻ 5 minutes ഒക്കെ പാട്ട് മുഴുവനായിട്ട് 1-2 തവണ കേട്ടാൽ മതി. സോ ഷീസ് ഷീസ് ക്ലാസിക്കലി ട്രെയിൻഡ് സിംഗർ ആണല്ലോ. ബോംബെയിൽ വളർന്നതിൻ്റെ അപ്പോൾ ഹിന്ദിയുടെ എന്താ പറയുക സുഖവും കൂടി അവർക്കറിയാം. അവിടെ നിന്നാണ് അവർ തുടങ്ങും. ബോലേരെ പപ്പിഹേര മുതലാണ് നമുക്കറിയാവുന്നത്. സോ വാണി ജയറാം ഈസ് എ വെരി അക്കംപ്ലിഷ്ഡ് സിംഗർ. പിന്നെ വാണിയും എസ് ജാനകി ഇങ്ങനെ കണ്ടു പോയി. അങ്ങനെ കമ്പാരിസൺ ഒന്നും പാടില്ല. എന്നാലും ഇവർ തമ്മിലുള്ള വോയിസിന്റെയും സ്റ്റൈലിന്റെയും ഒക്കെ ഒരു എസ് ജാനകി ക്ലാസിക്കൽ പഠിച്ചിട്ടേ ഇല്ല, ഒക്കെ സ്വതസിദ്ധമായിട്ട് പാടിയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു സിംപ്ലിസിറ്റി, അതിൻ്റെതായ ഒരു വേറൊരു ഫ്രീഡം അതിൻ്റെ അകത്തുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചവർക്ക് ഇങ്ങനെ ഒരു പ്രത്യേക നിയമങ്ങളൊക്കെ ടെക്നിക്കൊക്കെ പോയിട്ട് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ സിംഗിങ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. ആബ്സല്യൂട്ട്ലി. നാച്ചുറൽ സിംഗിങ് ഇല്ലാതെ ക്ലാസിക്കൽ വരില്ല. ഓക്കെ. ഈ കച്ചേരി പാടുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലത്തെ പാട്ടുകൾ പാടുമ്പോ നമുക്ക് കേൾക്കുന്നവർക്ക് അത് അങ്ങനെയല്ലല്ലോ എന്ന് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കാം? കാരണം അവർക്ക് അവരുടെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഇതിനകത്തേക്ക് വരും. ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ള വൃഗകളും കണസ്വരങ്ങളും മീണ്ടുകളും അത് ഇതൊക്കെ അറിയാതെ തന്നെ. ഇപ്പൊ ഞാൻ പലപ്പോഴും ചില ആളുകളെ കർണാറ്റിക് മ്യൂസിക് അറിയാവുന്നവർ ഒരു സിമ്പിൾ ട്യൂൺ പറഞ്ഞു കൊടുത്തു, അവർക്കത് സിമ്പിളായിട്ട് പാടാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പൊടിപ്പുകളൊക്കെ സംഗതി എൻ്റെ അകത്തിടും. അപ്പൊ അതങ്ങനെ ഒരു ഹാബിറ്റാണ്. ഈ പാട്ടുകളെ മനുഷ്യർക്ക്, സാധാരണ ഞങ്ങളെ പോലുള്ള മനുഷ്യർക്ക് പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ. വികാരങ്ങള് ഭയങ്കരമായിട്ട്, സങ്കടമാണെങ്കിലും സന്തോഷം, ഡിവിനിറ്റി ആണെങ്കിലും എന്തും. കമ്പോസറിനെ സംബന്ധിച്ച് മ്യൂസിക് എന്താ കേൾക്കുന്നവർ എങ്ങനെ കേൾക്കണം എന്നാ വിചാരിക്കണേ? അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മുടെ ഉള്ളിലുള്ള സംഗതി അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ പാട്ടുണ്ടാക്കാൻ പറ്റില്ല. കേൾക്കുന്നവർക്ക് വേണ്ടിയല്ല. അയ്യോ ഇത് കേൾക്കുമ്പോ കൊച്ചുറങ്ങണം, ഇത് ഏത് കേൾക്കുമ്പോ പാട്ട് അപ്പൊ തന്നെ പോയില്ലേ. നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നതാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയല്ലേ എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യേണ്ടതില്ല, ചെയ്യുന്നത്. അങ്ങനെ ആകാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ അത് വർക്ക് ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ഐ കമ്പോസ് എ സോങ്, ഐ കനോട്ട് തിങ്ക് അബൌട്ട് ഇതിൽ നിന്ന് 1000 രൂപ കിട്ടുമല്ലോ, 2000 കിട്ടുമല്ലോ, 4000 കിട്ടും. അപ്പൊ പോയി പാട്ട് പോയി. സിനിമാ പാട്ടില്ലെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു ഭീകര കോൺഫിഡൻസ് ആണല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോഴെങ്ങനെയാ സിനിമയുടെ വഴിക്കും എന്റെ പാട്ട് എന്റെ വഴിക്കും? സിനിമ ഈസ് ഓൺലി വൺ ഓഫ് ദ മെനി ചാനൽസ് ഓഫ് മ്യൂസിക്, വോക്കൽ മ്യൂസിക് ഇൻ അവർ കൾച്ചർ. ഈ സിനിമ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് കഥകളിയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്, അമ്പലത്തിലെ പാട്ടുകളുണ്ട്, ഭജനകളുണ്ട്, എന്തെല്ലാം ടൈപ്പ് പാട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ സിനിമ മാത്രമേ ഉള്ളൂ. സിനിമ മാത്രമൊന്നും പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല. സിനിമയിൽ വരുമ്പോൾ സിനിമയ്ക്ക് കൊടുക്കുക, മറ്റേത് വരുമ്പോൾ മറ്റേത് ചെയ്യുക. സ്റ്റുഡിയോയില് അടഞ്ഞൊരു സ്ഥലത്ത് ഓഡിയൻസ് ഇല്ലാതെ ചെയ്യുന്ന ഒരു സംഗതിയും സ്റ്റേജിൽ പെർഫോം ചെയ്യൂലേ, അതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് പേടിയാണ് കൂടുതൽ. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ പേടി. ഇതെനിക്ക് ആധികാരികമായിട്ട് പറയാം. ഞാൻ മുഹമ്മദ് റഫി സാഹിബിനെയൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ടുള്ള, എനിക്ക് എൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1965 പാകിസ്ഥാനും ഇന്ത്യയും കൂടി ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു യുദ്ധം ഉണ്ടായി. അപ്പോൾ കുറച്ച് ഡിഫൻസിന് വേണ്ടി പൈസ കളക്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിസ്റ്റർ നെഹ്റു പേഴ്സണലി ഇൻവൈറ്റഡ് ദ ബോംബെ മ്യൂസിഷ്യൻസ് ടു ഡൽഹി. അപ്പോൾ അവിടെ പ്രഗതി മൈതാനിൽ സ്റ്റേജൊക്കെ കെട്ടി ഞങ്ങളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്നോട് റഫി സാബ് വിളിച്ചിട്ട്, ജരി സാബ് ഹമേ ബഹുത് ഡർ ഹൈ, സുർ ബിഗഡ് ജായക, സൂക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശ്രുതി തെറ്റും. യു ഷുഡ് ബി, എൻ്റെ അടുത്ത് ഒരു ഹാർമോണിയം വെച്ചിട്ടുണ്ട്, സോർ സെ കോഡ്സ് ദേന.
both everybody like Lata Mangeshkar, Asha Bhosle, Mohammad Rafi Mane, they are all shivering to sing in the public because mistake വന്നപ്പോൾ ഒരു പിടുത്തമില്ല. സ്റ്റുഡിയോയിലാണെങ്കിൽ നമുക്ക് രണ്ടാമത് എടുക്കാം, ഇതിൽ തെറ്റ് വന്നാൽ പോയില്ലേ. So they are all afraid of public performance. So am I afraid of public performance. Not afraid in that sense, but over conscious of. റഫി പാടിയത് ഇങ്ങനെയാണ്. വഫാ കെ രാഹ് മേ आज इम्तिहा तुम्हारा है, उठो के फर्ज वतन ने तुम्हें पुकारा है, वफा के राह में आज इम्तिहा तुम्हारा है. ഇങ്ങനത്തെ ഒരു പാട്ടാണ് റഫി എന്ന് പറയുന്നത്. ലത പാടിയത് മറ്റേത്. ഇവരുടെ കൂടെ നിറയെ സ്റ്റേജ് പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇല്ല. സ്റ്റേജ് പ്രോഗ്രാംസ് വളരെ, അവർക്ക് സ്റ്റേജിൽ പോകാനേ ഇഷ്ടമില്ലാത്ത അല്ല സാർ അവരുടെ കൂടെ അക്കമ്പനി ചെയ്തിട്ടുണ്ടോ? ആണ്, ഞാൻ പ്രകൃതി മേധാവിൽ ഞാൻ അക്കമ്പനി ചെയ്തു. നിറയെ പ്രോഗ്രാംസിൽ അതുപോലെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വളരെ wherever it has happened അത്രേ ഉള്ളൂ. മുഹമ്മദ് റഫിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അതെ. അത് ഏതൊക്കെ പാട്ടുകളാ? അപ്പൊ ഉദാഹരണത്തിന് ദിസ് വൺ ഏതാണ്? कल रात जिंदगी से मुलाकात हो गई, लब थर थरा रहे थे मगर बात हो गई, कल रात जिंदगी से मुलाकात हो. ഇതൊരു ഗസലാണ്, ലോങ് സോങ്, ഒരു 6 minutes ലോങ് സോങ്. അത് മൂപ്പര് പഠിക്കുന്നത് എങ്ങനെയാ? പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത്? മൂപ്പര് ഇതേപോലെ പഠിച്ചിട്ടുള്ള ഒരാളല്ലല്ലോ. അല്ല, നാച്ചുറൽ സിംഗർ, അപ്പൊ പെട്ടെന്ന് പഠിക്കും. വേറെ ഭാരമൊന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെ വേണം ഇങ്ങനെ വേണം, ആ കണം ശരിയായില്ല, ഈ മുറുക്കി ശരിയായില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എസ് പി ബാലസുബ്രഹ്മണ്യത്തെ പാട്ട് പാടിയിട്ടില്ലേ? അദ്ദേഹത്തിന് ഇത് തന്നെ ക്ലാസിക്കലൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ അടിച്ചു വിട്ടില്ലേ ശങ്കരാഭരണത്തിൽ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതെ. സാറ് പഠിപ്പിച്ച പാട്ട് ഏതാണ്? അതെ. പുത്തം പുതിയത് നിത്തം മിനിയത് പൂ ഇളം പൂ. ഇതൊരു തമിഴ് പാട്ടാണ്, ഒരു തമിഴ് സിനിമയ്ക്ക് ഞാൻ മ്യൂസിക് കൊടുത്ത പാടാണ്. പുത്തം പുതിയത് നെത്തം മിനിയത് പൂവേ ഇളം പൂവേ. പൂവേ ഇളം പൂവേ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, പക്ഷെ അത് വന്നില്ല. പക്ഷെ ഇദ്ദേഹത്തെ ഞാൻ ഇതിലെ ഒരു വിളിപ്പാടയിലൊരു ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മാനത്തെ നിറങ്ങൾ മറഞ്ഞാലും മനസ്സിലെ മഴവില്ലേ മായല്ലേ, മാനത്തെ നിറങ്ങൾ മറഞ്ഞാലും. ഒരു പാട്ട് ഇതിലിങ്ങനെ നമ്മള് നെറ്റിൽ നോക്കിയപ്പോഴേ ഒരു പാട്ട് എഴുതിയേക്കുന്നത് സെബാസ്റ്റ്യൻ പോൾ എന്നുള്ള പേര്. അത് ഏത് സെബാസ്റ്റ്യൻ പോളാ? എന്റെ കസിൻ സെബാസ്റ്റ്യൻ പോൾ, മെമ്പർ ഓഫ് പാർലമെന്റ്. ആണോ? എന്റെ സെബാസ്റ്റ്യൻ പോൾ തന്നെയാണോ? അതെ. എന്റെ അമ്മയുടെ ആംഗ്ലയുടെ മകനാണ്. ഓ, അത് ശരി. പാട്ടൊക്കെ എഴുതല്ലേ പുള്ളി? അങ്ങനെയല്ല, അങ്ങനെ അന്ന് എഴുതിയെന്നേ ഉള്ളൂ, ഇപ്പോഴും പറഞ്ഞാലും എഴുതുമായിരിക്കും. പക്ഷെ നൗ ഈസ് ഇൻ ടു പോളിറ്റിക്സ്. പക്ഷെ അന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊരു മാഞ്ഞൂരാന്ന് പറഞ്ഞാലും കൂടി കാണാതായ പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമ എഴുതു. അതിനു വേണ്ടി എഴുതിയതാണ്. തള്ളം തള്ളം പാടിടാം ഉല്ലാസപ്പൂ ചൂടിടാം അത് കം പം അത് പോയി പോയി പോയിടാം പം പം പമ്പൈ പലരിക്കാട്ടിന്നൂഞ്ഞാലിൽ. അങ്ങനെ ഒരു പാട്ടാണ്. തള്ളം തള്ളം. ഇതൊരു സെന്റ് തെരേസാസിൽ നിന്ന് കുറെ പെൺകുട്ടികൾ ഒരു പിക്നിക്കിന് പോകുന്ന സീനില് ബസ്സിലിരുന്ന് പാടിയാണ്. അപ്പൊ തള്ളം തള്ളം പാടിടാം ഉല്ലാസപ്പൂ ചൂടിടാം പോയി പോയി പോയിടാം പം പം പമ്പയിൽ പുലരിക്കാറ്റിന്നൂഞ്ഞാലിൽ. അതിനെ പറ്റില്ല. മുമ്പ് പറഞ്ഞില്ലേ ഒരു വിശ്വാസത്തിലൊരു ഡൗട്ട് അടിച്ചു എന്നൊക്കെ. ഇപ്പൊ ഈ പ്രായത്തിൽ നിൽക്കുമ്പോ
ഡിവിനിറ്റിനെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ, ആത്മീയതേനെ, അതെ. ക്രൈസ്റ്റിനെ എങ്ങനെയാ കാണുന്നത്? ക്രൈസ്റ്റ് ഈസ് സിമ്പിളായിട്ട് ഞാൻ കാണുന്നത്. there is a great truth. സംശയങ്ങളുണ്ടോ ഇപ്പോ? സംശയങ്ങളൊന്നുമില്ല. വിശ്വാസത്തിൽ We are in God and we will be in God. There is no end to it. It's a cycle in which we continue. God is an eternal factor. നമ്മളും ആ ഫാക്ടറിൻ്റെ ഒരു പൊടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെല്ലാം മനുഷ്യരൂപത്തിലായിരിക്കണമെന്നും നിർബന്ധമില്ല. അങ്ങനത്തെ ഒരു ചിന്തയാണ്. പിന്നീട് നൗഷാദ് സാറിനെ കാണാൻ പോയിട്ടുണ്ടോ? ഞാൻ അദ്ദേഹം മദ്രാസിൽ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. ബോംബെയിലേക്ക് ഞാൻ പോയിട്ടില്ല. പലപ്പോഴും മദ്രാസിൽ റെക്കോർഡിങ്ങിന് വന്നിട്ട് ധ്വനി എടുക്കാൻ വന്നിട്ടുണ്ട്. അല്ലാത്തപ്പോഴും ഇന്ത്യൻ പെർഫോമിംഗ് റൈറ്റ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സഭയുണ്ടല്ലോ, അതിൻ്റെ ആനിവേഴ്സറിക്കൊക്കെ അദ്ദേഹം വരുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് we were very close. ഒറ്റ എന്തെങ്കിലും പ്ലേ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഇല്ലല്ലേ? എനിക്കിപ്പോ ഓർമ്മ വരുന്നത് നൗഷാദ് സാഹിബിന്റെ ഒരു പാട്ടാണ്. फिर तेरी कहानी याद आई, फिर तेरा फसाना याद आया, फिर आज हमारी आँखों को, फिर आज हमारी आँखों को पिछला वो ज़माना याद आया, फिर तेरी कहानी याद आई.